കനത്ത മഴയിലും കാറ്റിലും ശബരിമല പാതയിൽ നിരവധി മരങ്ങൾ കടപുഴകിയിട്ടുണ്ട്. കണമല മുതൽ ഇലവുങ്കൽ വരെയുള്ള ഭാഗത്താണ് റോഡിലേക്ക് മരങ്ങൾ വീണത്. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള ഗതാഗതവും സമാന രീതിയിൽ തടസ്സപ്പെട്ടിരുന്നു. രാഹുൽ ജി നാഥ് ചെയ്യുന്നുണ്ട്. രാഹുൽ, കനത്ത മഴയിലും കാറ്റിലും ശബരിമല പാതയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഇപ്പോൾ നട അടച്ചിരിക്കുന്ന സമയമല്ലേ? അപകടകരമായ സ്ഥിതിയാണോ? ഈ കനത്ത കാറ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വലിയ പ്രതിസന്ധിയായി മാറുന്നുണ്ടോ ഈ കാലവർഷത്തിന്റെ തുടക്കത്തിൽ? രതീഷ്, വല്ലാത്ത പ്രതിസന്ധിയാണ് ഇന്നലെ രാത്രി ഈ പറയുന്നത് പോലെ ശബരിമലയിലേക്കുള്ള പാതയിലുണ്ടായത്. കാരണം നിരവധി മരങ്ങൾ, ഏതാണ്ട് 50-ലധികം മരങ്ങൾ ഇത്തരത്തിൽ റോഡിലേക്ക് കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്രാക്ലേശം വലുതായിരുന്നു. കാരണം മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് നിലയ്ക്കൽ നിന്ന് ശബരിമലയിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. അത് ഇന്ന് രാവിലെ മാത്രമാണ് പുനഃസ്ഥാപിക്കാൻ പൂർണ്ണമായും കഴിഞ്ഞത്. അപ്പോഴും ഈ വശങ്ങളിൽ ഇപ്പോഴും ഈ മരത്തിന്റെ ചില്ലകൾ മരം കടപുഴകി വീഴുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ഇടവിട്ട് ശക്തി കുറഞ്ഞ രീതിയിൽ മഴ പെയ്യുകയാണ്. അത് ആശ്വാസകരമാണ്. എന്നാൽ ഇന്നലെ വലിയ കാറ്റ് മഴയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ആ കാറ്റത്താണ് ഈ മരങ്ങൾ കടപുഴകി വീണത്. കാറ്റാണ് നേരത്തെ രതി സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ടയിൽ പ്രധാന വില്ലനായി മാറുന്നത് കാറ്റ് തന്നെയാണ്. മറ്റൊന്ന്, അപ്പർ കുട്ടനാട് മേഖലയിൽ ഇത്തരത്തിൽ വീടുകളിലേക്ക് വെള്ളം കയറി വ്യാപക നാശം, കൃഷിനാശവും വീടുകളിലേക്ക് വെള്ളം കയറിയുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ മരം കടപുഴകി വീണത് വഴി 7 വൈദ്യുതി പോസ്റ്റുകളാണ് ഒരു പ്രദേശത്ത് മാത്രം തകർന്നത്. ആ പ്രദേശത്ത് ഇതുവരെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ഈ കാറ്റ് മൂലം മരം കടപുഴകി വീണ് ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഏറ്റവും പ്രധാനമായി പത്തനംതിട്ട ജില്ലയെ അഭിമുഖീകരിക്കുന്നത്. അത് ശരി, അവിടെ നിന്നുള്ള രാത്രിയിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ കാണുന്നത്. മരങ്ങൾ കടപുഴകി വീണു. കടമല മുതൽ ഇലവുങ്കൽ വരെ ഭാഗത്ത് മരങ്ങൾ റോഡിലേക്ക് വീഴുകയായിരുന്നു. ഒരു തീർത്ഥാടന കാലം അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നട അടച്ചതേ ഉള്ളൂ. അടച്ച സമയമാണ്. മാസപൂജയ്ക്ക് തുറന്നതിന് ശേഷം നട അടച്ച സമയമാണ്. ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് ഇനിയിപ്പോൾ ജൂൺ മാസം നട തുറക്കുമ്പോഴൊക്കെ അപകടകരമായ സ്ഥിതി ഉണ്ടാകുമെന്ന ആശങ്കയ്ക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകും. അതിൻ്റെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.